നമസ്കാരം. നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇരുന്നപ്പോൾ നമ്മൾ അന്ന് ഏറ്റവും പറഞ്ഞിരുന്നൊരു ടീം ആഴ്സണലായിരുന്നു. ഇപ്പോൾ മാസം ജനുവരി ആയി പോയി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഴ്സണലിനെ കുറിച്ച് തന്നെയാണ്. കാരണം അവരെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. കാരണം പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനം എന്ന് പറയുന്നത് അവർ ഇതുവരെയും വിട്ടുകൊടുത്തിട്ടില്ല. കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ അവരെന്താ പറയുക, ഒരു ഡ്രീം റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച് 7 മത്സരങ്ങൾ വിജയിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആഴ്സണലിനെ ഇപ്പോൾ ഈ സീസൺ തീരാറായി 2-3 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ പ്രീമിയർ ലീഗ് ആയാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും ഒക്കെ അതിൻ്റെ ഒരു എൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഴ്സണലിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. നമ്മുടെ കൂടെ എന്നുള്ളത് നിതീഷാണ്. അദ്ദേഹം ഒരു 2 പതിറ്റാണ്ടിലേറെ കാലമായി ആഴ്സണലിനെ പിന്തുടരുന്ന ഒരാളാണ്. അപ്പോൾ ഈ വർഷമെങ്കിലും അദ്ദേഹം എന്താ പറയുക, ഒരുപാട് കാലത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്ന കരുതപ്പെടുന്ന എത്രയോ ആഴ്സണൽ ആരാധകരിൽ ഒരാളാണ് അദ്ദേഹവും. അപ്പോൾ നമ്മൾ ആഴ്സണലിൻ്റെ ടീമിനെ കുറിച്ചും അവരുടെ പ്രതീക്ഷകളെ കുറിച്ചും അവരുടെ ടാക്ടിക്സിനെ കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കൂടെ നമ്മുടെ സ്പോർട്സ് ഡെസ്കിലും നമ്മുടെ കൂടെ കാര്യമുണ്ട്. ആഴ്സണൽ നമുക്കറിയാം ഒരു കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്ന ടീമാണ്. ഇപ്പോൾ പോയ 3 സീസണുകളിലും റണ്ണേഴ്സപ്പാണ്. അതിൽ തന്നെ പലതവണയും കിരീടത്തിലേക്ക് തന്നെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമായിരുന്നു. പലതവണ കിരീടം നേടുമെന്ന് തോന്നിച്ച ടീമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു സൈക്കോളജിക്കൽ ഒരു മിസ്റ്റേക്കോടും കൂടിയാണ് അവർ തോറ്റത്. ഒന്നുകൊണ്ട് പറയാം. അത് മാത്രമല്ല, ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ. അപ്പോൾ ഒരു പോയ സീസണിനേക്കാൾ ഈ സീസണിൽ നേരത്തെ പറഞ്ഞൊരു ഹൈപ്പ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷ കൂടുതലുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താ? ഏറ്റവും മെയിൻ റീസൺ ഡെപ്ത്, സ്ക്വാഡ് ഡെപ്താണ് ഈ സീസണിൽ ആർസണലിൻ്റെ ബാക്കി ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒരു എക്സ് ഫാക്ടർ. സിറ്റിയൊക്കെ ഇപ്പം മെയിൻ പൊസിഷനിൽ ഇഞ്ചറി വന്നപ്പം പൊളിയാൻ തുടങ്ങി. പക്ഷേ ആർസണലിനും സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ സീസണിൽ ഇഞ്ചറീസ് ഉണ്ടായിരുന്നു പല പൊസിഷനിലായിട്ട്. ഒരേ സമയം കീ പ്ലേയേഴ്സ് പോയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഗബ്രിയേൽ ഇഞ്ചേർഡ് ആയിരുന്നു. ഹാവേർട്സിന് ഈ സീസണിൽ കളിക്കാനേ പറ്റിയിട്ടില്ല. പിന്നെ ഒഡഗാർഡ് നല്ലൊരു, അപ്പം ഇവരെല്ലാം വ്യത്യസ്ത പോയിന്റുകളിൽ പോയിരുന്നെങ്കിലും ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് അത് ഓവർകം ചെയ്തു. സാക്ക പോയപ്പം മധുവയ്ക്ക് നല്ല രീതിയിൽ കളിച്ച് അത് കീപ്പപ്പ് ചെയ്തു. പിന്നെ ഗബ്രിയേൽ ജീസസ് ഇപ്പോഴാണ് ഒന്ന് വന്നത്. അങ്ങനെ ഒരു പ്ലെയർ ഇല്ല എന്ന് തന്നെയായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. ഇപ്പോൾ ഒരു പുതിയ സൈനിങ്ങിനെ പോലെ ജീസസ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്വാഡ് ഡെപ്ത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ സുബിമെൻഡി ഫസ്റ്റ് 11 സ്ഥാനം പിടിച്ചത്. സുബിമെൻഡി വന്നൊരു 3 കളി കഴിയുമ്പോൾ തന്നെ ഒരു എത്രയോ കാലമായിട്ട് ആർസണൽ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് സ്പേസസ് മനസ്സിലാക്കിയതും കളിയുടെ റിതം പെട്ടെന്ന് പിക്കപ്പ് ചെയ്തു. സുബിമെൻഡി വന്നതിന് ശേഷം എല്ലാ കളിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വേറൊരാൾക്ക് വേണ്ടി സുബിമെൻഡിയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ പോയിട്ടില്ല. ഒരു പ്രാവശ്യം ചെയ്തിരുന്നു, അത് റെസ്റ്റ് കൊടുക്കാനാണ്. ആ കളിയിലാണ് ഒഡഗാർഡ് ഇഞ്ചറി ആയിട്ട് സുബിമെൻഡിനെ പിന്നെ തിരിച്ചു കൊണ്ടുപോകും. ആ കളിയിൽ തന്നെ സുബിമെൻഡി ഇല്ലാത്തപ്പോൾ ഉള്ള കളിയുടെ സ്റ്റൈല് വ്യത്യാസം മനസ്സിലായി. ഒരു സിങ്ക് വന്നിട്ടില്ല മിഡ്ഫീൽഡിൽ. സുബിമെൻഡി ഉള്ളപ്പോൾ ഒരു ഗ്ലൂ പോലെ ടീം മൊത്തം നല്ല ഫ്ലൂയിഡായി ഫങ്ഷനായി. പാർട്ടി ശരിക്കും ഒരു മേജർ സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ സീസണുകളിൽ. പക്ഷേ സുബിമെൻഡി കളിച്ചു തുടങ്ങിയ 2 കളി കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി എന്നുള്ള കാര്യം തന്നെ ആരും ഓർമ്മിക്കുന്നില്ല. പാർട്ടീനെ മിസ് ചെയ്യുന്നില്ല. അത് വലിയൊരു ഫാക്ടറായിരുന്നു. പണ്ട് ഗ്രാനിറ്റ് പോയപ്പം ആർസണൽ ആ വിടവ് നികത്താൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. റൈസാണ് വന്നത്. പക്ഷേ റൈസ് അറ്റാക്കിംഗ് സെൻസിൽ അത്രയ്ക്ക് ഈ സീസണിലാണ് വളർന്നത്. പക്ഷേ പാർട്ടീനെ ഇത്ര സ്മൂത്തായി റീപ്ലേസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. ഈ സുബിമെൻഡിയുടെ വരവ് തന്നെ എനിക്ക് തോന്നുന്നു ഗബ്രിയേലിനും സലീബക്കും ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി, ഒരു എക്സ്ട്രാ എഷ്യൂറൻസ് കൊടുത്തു. കാരണം ബാക്കിയുള്ളവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ലൈസൻസാണ് സുബിമെൻഡി. ഈ വിങ് ബാക്കുകൾ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ സുബിമെൻഡി ഗ്യാപ്സ് മനസ്സിലാക്കുന്നതിൽ ഭയങ്കര ഇൻ്റലിജൻ്റാണ്. പ്രോപ്പർ പൊസിഷനിങ്ങിൽ വന്നിട്ട് അറ്റാക്കുകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് നുള്ളിയെടുക്കാനുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള പ്ലെയറാണ്. അതിൽ നമ്മൾ ഈ ആഴ്സണലിന് ഇപ്പോൾ പോയ സീസണിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായി പറഞ്ഞിരുന്നത് അവർക്ക് മുന്നേറ്റ നിരയായിരുന്നു. ഗോൾ അടിക്കാൻ ആളില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹാവർട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഹാവർട്സും ഇഞ്ചുറി പ്രോണാണ്, അല്ലെങ്കിൽ ഇഞ്ചുറി എപ്പോഴും വരുന്ന ആളാണ്. ഈ വർഷമാണ് ഏറ്റവും വലിയൊരു ട്രാൻസ്ഫർ അവർ നടത്തിയത്, വിക്ടർ യോക്കറസ്. യോക്കറസിൻ്റെ ഒരു ഫാക്ടർ ആഴ്സണലിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം ഗോൾ അടിക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നവരുണ്ട്. ഇനി അതല്ല, യോക്കറസ് വിചാരിച്ച രീതിയിൽ എത്തില്ല എന്ന് പറയുന്ന ആരാധകരുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താ? എനിക്ക് തോന്നുന്നത് യോക്രസിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കുറേ കിട്ടാനുണ്ട്. യോക്രസിൻ്റെ ഒരു കേപ്പബിലിറ്റീൻ്റെ ഒരു 50% നമ്മളിപ്പം പുറത്ത് കാണുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷേ നമുക്കെന്താ സംശയം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഫുട്ബോളിലെ ബേസിക്സ് പലതും മിസ്സാവുന്നുണ്ട്. ഒരു ഫസ്റ്റ് ടച്ചോ ഹോൾഡ് അപ്പ് പ്ലേയോ അല്ലെങ്കിൽ ഡിഫെൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഷോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒന്നും യോക്രസിനെ കണ്ടിട്ടില്ല. അതിന് വേറൊരു കാരണം പറയുന്നത് പ്ലേയിങ് സ്റ്റൈല് യോക്രസിന് സ്യൂട്ടിങ് അല്ല എന്ന് പറയുന്നുണ്ട്. യോക്കറസ് ലൈഫിൽ ഇതുവരെയുള്ള കരിയറിൽ കളിച്ചത് മൊത്തം കൗണ്ടർ അറ്റാക്കിങ്ങും ഫസ്റ്റ് ടൈം ബോൾ സ്ട്രൈക്കർക്ക് റിലീസ് ചെയ്യുന്ന സ്റ്റൈലിലാണ്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആദ്യം മിഡ്ഫീൽഡിലൂടെയും വിങ്ങുകളിലൂടെയും പാസ് ചെയ്തതിന് ശേഷം ടീമിൻ്റെ ഷേപ്പ് സ്ട്രക്ചർ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബോക്സ് അറ്റാക്ക് ചെയ്യുന്നത്. ആ ടൈം ആകുമ്പോഴത്തേക്ക് യോക്കറസിന് ചുറ്റും ഡിഫൻഡേഴ്സ് പ്രോപ്പറായി കവർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ
കവേർഡ് ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെ ബോൾ കിട്ടിയ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അടിക്കാനുള്ള ട്രിക്കറിയും ടെക്നിക്കും ഇല്ല യോക്രസിന്. അത് ഗിവണാണ്. യോക്രസിന് തിളങ്ങണമെങ്കിൽ യോക്രസിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ടീമിനെ മോഡിഫൈ ചെയ്യണം. യോക്കറസ് അദ്ദേഹത്തിന് ഫിസിക്കുണ്ട് മറ്റു ഡിഫൻഡേഴ്സിനെ എന്താ പറയുക ഒരു കോൺഷ്യസ് തെറ്റിക്കുന്നില്ല. അതായത് പുള്ളിയുടെ കൂടെയാണ് ഡിഫൻഡേഴ്സിന്റെ ശ്രദ്ധ കൂടുതലുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അനുകൂലമല്ല, മറ്റു ഗോൾ അടിക്കാനുള്ളവർക്ക് ഒരു അനുകൂലമല്ല. ഉണ്ട്, അത് സ്റ്റാറ്റിസ്റ്റിക്സിലും കാണുന്നുണ്ട്. കാരണം സാക്ക ഈ സീസണിൽ കുറേ ഫ്രീഡായി. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടത് ഹാവേർട്സ് കളിക്കുമ്പോൾ ബോക്സിൽ പ്രസൻസ് ഉണ്ടാവില്ല. അപ്പോൾ സെൻറ്റർ ബാക്കിന് ബോക്സിൽ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ഒരു സെൻറ്റർ ബാക്കിനെ കൂടി മറ്റ് ടീമുകൾ സാക്കേനെ മാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അവിടെ തന്നെ നമ്മളെ മെയിൻ സപ്ലൈ ലൈൻ കട്ട് ഓഫ് ആയി. പക്ഷെ ഇപ്പം യോക്രസ് അവിടെ ബോക്സിൽ നിൽക്കുന്നതുകൊണ്ട് യോക്രസിനുള്ള ആ ത്രെട്ട് അവിടെ ഉള്ളതുകൊണ്ട് ഡിഫൻഡേഴ്സിന് രണ്ട് മൈൻഡാണ്. ഫുള്ളായിട്ട് സാക്കേനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അത് സാക്കക്ക് ഒന്നുകൂടി ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഹരിയിലേക്ക് വന്നാൽ എന്താണ് ആഴ്സണലിൻ്റെ ഈ സീസണിലെ കളി കാണുമ്പോൾ ഒരു ഏറെക്കുറെ ഉറപ്പിച്ച സ്ഥിതിയാണോ? ലീഗായാലും ചാമ്പ്യൻസ് ലീഗ് ഇതുവരെ അടിക്കാത്തൊരു ടീമാണ് ആഴ്സണൽ. എന്താണ് അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതായത് ഇപ്പോൾ അല്ലേ അവർക്ക് ആ ലാസ്റ്റ് പീസിന് ജിക്സോ ആയിരുന്നു ഈ സുബിമെൻഡി എന്നുള്ള സൈനിങ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പല പാർട്ടിൽ അവർക്ക് ആ എന്താ പറയുക പിച്ചിൽ പല ഭാഗത്ത് അതുകൊണ്ട് അവർക്ക് ഉപകാരങ്ങളുണ്ടായി. അപ്പോൾ ഈ സീസണിലെ മത്സരങ്ങൾ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു പോകുന്നുണ്ട്. പോയിന്റുകൾ എങ്ങനെയെങ്കിലും അവർ എടുത്തു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ലോ ബ്ലോക്ക് ആയിരുന്നു ആഴ്സണലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അവരത് സെറ്റ് പീസിലൂടെ നികത്തി. അപ്പോൾ അതുതന്നെയാണ് ഈ സീസണിൽ മെയിനായിട്ട്. പിന്നെ ഒരു ചെറിയ ലക്ക് ഫാക്ടറും കൂടി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ആഴ്സണൽ ഡ്രോപ്പ് ചെയ്യുന്ന മാച്ച് ഡേയ്സിൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം കാണുന്നുണ്ട്. അപ്പോൾ ഈ സീസൺ ഐ തിങ്ക് ആഴ്സണൽ ഡെസ്റ്റിൻഡ് ആണ് ആ ഒരു കപ്പ് കൊണ്ടുപോകാൻ. നമ്മൾ ഈ ആഴ്സണലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ആഴ്സണൽ കപ്പടിക്കുന്നത് 2003 അതായത് 22 വർഷമായി. ഒരു തലമുറ അതെ 2003 ഉണ്ടായിരുന്നാൽ അതിൽ ഒരു തലമുറ ആഴ്സണലിൻ്റെ ഒരു കിരീടം കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് എന്തായിരിക്കും ഈ ആഴ്സണലിൽ ഇപ്പോൾ ഇത്ര ഫാൻസും അല്ലെങ്കിൽ ഇത്ര ആരാധകർ ആ ടീമിന് ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തുകൊണ്ടായിരിക്കും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്ലേയിങ് സ്റ്റൈലാണ്. ആര് ആർസണലിനെ പറ്റി പറയുമ്പോഴും ഫസ്റ്റ് ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ മനോഹരമായി ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാവരുടെയും കാര്യമല്ല, ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും അവർ ഗ്രൗണ്ടിൽ എന്ത് ടൈപ്പ് കളിയാണോ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആർസണലിൽ അവർക്ക് കാണാൻ സാധിക്കുന്നു. ഷോർട്ട് പാസുകളിലൂടെയും കോമ്പിനേഷനുകളിലൂടെയും. ഇത് ഏത് കാലത്താണ് ആർസൺ വെങ്കറിന്റെ കാലത്തുള്ള ടൈം ആ ഫൗണ്ടേഷനിൽ കുറേ പേര് ഫാൻസ് ആയിട്ടുണ്ട്. പിന്നെ തിയറി എൻട്രി എന്ന് പറഞ്ഞൊരു പ്രതിഭാസം, അതൊരു പ്രതിഭാസം തന്നെയായിരുന്നു ആ ടൈമിൽ. ആർഗ്യുബിളി ബെസ്റ്റ് ഡിഫൻഡർ, ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദ പ്രീമിയർ ലീഗ് തന്നെയാണ് പറയുന്നത്. ആ ഹെൻറിനെ കണ്ട് ഫാൻസായ കുറേ പേരുണ്ട്. പിന്നെ യുണൈറ്റഡിനോട് കോമ്പീറ്റ് ചെയ്തിരുന്ന ഒരു ടീം ആയതുകൊണ്ട് കുറേ പേര് ഒരു ഓപ്പോസിഷൻ എന്നുള്ള യുണൈറ്റഡിന് കുറേ കാലം സ്ട്രോങ് ഓപ്പോസിഷൻ കൊടുക്കാൻ ആർസണൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വെങ്കറിന്ന് അർട്ടേറ്റയിലേക്ക് എത്തുമ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ഗെയിം എന്നുള്ളൊരു കൺസെപ്റ്റ് മാറിയിട്ടില്ലേ? അർട്ടേറ്റ സത്യത്തിൽ അങ്ങനെയാണോ? ആ ഒരു സ്റ്റൈൽ പിന്തുടരുന്ന ഒരാളാണോ? അതേ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഫുട്ബോൾ കളിക്കുന്ന ആളല്ലേ? അർട്ടേറ്റയുടെ സ്റ്റൈലിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അർട്ടേറ്റ എന്ന മാനേജർ ഫോം ചെയ്യപ്പെട്ടത് പല കോച്ചുകളുടെ കീഴിൽ കളിച്ചിട്ടാണ്. ആദ്യം ബാർസയിലായിരുന്നു, പിന്നെ PSG പോയി. PSG അർട്ടേറ്റ ഉണ്ടായിരുന്നപ്പം പൊച്ചറ്റീനോ കൂടെ ഉണ്ട്, ഗബ്രിയൽ ഹൈൻസെ ഉണ്ട്, റൊണാൾഡിഞ്ഞോ ഉണ്ട്. അങ്ങനെ കുറേ ഫേമസ് ഫുട്ബോൾ പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ അർട്ടേറ്റ കളിച്ചിട്ടുണ്ട്. അർട്ടേറ്റനെ പറ്റി ചെറുപ്പത്തിൽ പറയുമ്പം ഭയങ്കര കീൻ ആൻഡ് ക്യൂരിയസ് ആയ ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. പ്രായത്തിൽ കവിഞ്ഞ പക്വത ചെറുപ്പത്തിലേ കാണിച്ചിരുന്നു. ഫുട്ബോളിനോടുള്ള ഭയങ്കരമായ അഭിനിവേശം, ഇതിനെപ്പറ്റി പഠിക്കാനും ടാക്ടിക്സുകൾ മനസ്സിലാക്കാനും പ്ലെയർ ആയിരിക്കുമെന്ന് തന്നെ. അപ്പം തന്നെ ഇത് ഫ്യൂച്ചർ മാനേജറാണെന്ന് പലരും പ്രെഡിക്റ്റ് ചെയ്ത ഒരാളായിരുന്നു. പിന്നെ ഡേവിഡ് മോയസിൻ്റെ കീഴിൽ എവർട്ടണിൽ കുറേ കാലം കളിച്ചു. സ്കോട്ട്ലൻഡിൽ സെൽറ്റിക്കിന് വേണ്ടി കളിച്ചു. അവിടേക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷ് റഫ് സ്റ്റൈൽ ഫുട്ബോളാണ്. എവർട്ടന് വേണ്ടിയും കുറേ അങ്ങനെ തന്നെയായിരുന്നു. ലാസ്റ്റാണ് ആർസൺ വെങ്കറിൻ്റെ കീഴിൽ വരുന്നത്, പിന്നെ ഗാർഡിയോളയുടെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ് അർട്ടേറ്റയുടെ സ്റ്റൈൽ. അർട്ടേറ്റയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ച ആർസണൽ 22-23 സീസണിലായിരുന്നു. പാർട്ടി, എമിൽ സ്മിത്ത് റോ, ഗ്രാനിറ്റ് ചാക്ക, ഒബമയാങ് ഇവരൊക്കെ ഉള്ളപ്പം നല്ല കളി പുറത്തെടുത്തിട്ടുണ്ടായി. ഭയങ്കര ഫ്രീ ഫ്ലോയിങ് കളിയായിരുന്നു. ആദ്യം തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് അറ്റാക്കിലാണ് തുടങ്ങുന്നത്. 10-15 മിനിറ്റിൽ 2 ഗോൾ വീണിട്ടുണ്ടാവും. കളി തീരുമാനം ആയിട്ടുണ്ട്. പക്ഷേ അത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിലെത്തുമ്പം കൗണ്ടറുകളിലൂടെ പൊളിയാൻ തുടങ്ങി. അതൊരു സസ്റ്റൈനബിൾ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ അല്ലാന്ന് അർട്ടേറ്റ മനസ്സിലാക്കി. എന്നാലും ആ അറ്റാക്കിങ്ങിൻ്റെ ഡയൽ കുറച്ചിട്ട് ഡിഫൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവശ്യത്തിനുള്ള അറ്റാക്ക് മാത്രം, കളി ജയിക്കാനുള്ള ഗോള് മാത്രം നേടിക്കൊണ്ട്, അതും ഫസ്റ്റ് ഗോൾ നേടുന്നതിലെ പലപ്പോഴും ഈ ഒരു ടൈറ്റ്നസ് ഉള്ളു. ഫസ്റ്റ് ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ കളി അങ്ങ് ഓപ്പണായി, പിന്നെ ഗോൾസ് വരുന്നുണ്ട്. ഈ ഫസ്റ്റ് ഗോൾ കിട്ടുന്നത് വരെ കുറച്ചൊരു
സേഫ്റ്റി ഫസ്റ്റ് അപ്രോച്ചാണ് ഫുട്ബോൾ. നമ്മൾ ആഴ്സണലിന്റെ കറന്റ് സ്ക്വാഡ് പറഞ്ഞാൽ അതിൽ പ്രധാന മിസ്സിംഗ് കലഫിയറാണ്. ഈ സീസണിൽ ആദ്യം നന്നായി കളിച്ച ഒരാളായിരുന്നു, ഗോൾ അടിക്കുകയും ഡിഫൻസിലും നന്നായി അറ്റാക്കിലേക്കൊക്കെ വരുന്ന ഒരാളായിരുന്നു കലഫിയർ. അദ്ദേഹത്തിന് മിസ്സിംഗ് ഉണ്ട്. അതേസമയം പുതിയ ഒരാൾ വന്നു, ഗബ്രിയേൽ ജീസസ് ഒരുപാട് കാലമായിട്ട് മിസ്സിംഗ് ഉണ്ടായിരുന്ന ഒരാൾ തിരിച്ചെത്തി. ഈ രണ്ട് പ്ലേയേഴ്സിനെ എങ്ങനെയാണ് കാണുന്നത്? കാലഫിയോറി എന്ന് പറഞ്ഞാൽ ഒരു ചീറ്റ് കോഡാണ്, ഒരു യുണീക്ക് പ്ലെയറാണ്. ലെഫ്റ്റ് ബാക്കാണ്, പക്ഷേ കാലഫിയോറി ഗ്രൗണ്ടിലെ ഏത് പൊസിഷനിലും ഏത് ആംഗിളിലും ബോൾ റിസീവ് ചെയ്യാൻ കേപ്പബിൾ അയാളാണ്. രണ്ട് കാലിലും ഈക്വൽ കേപ്പബിലിറ്റിയാണ്, ഷൂട്ട്സ് എടുക്കാനും പാസ് കൊടുക്കാനും. എതിർ പ്രസ്സിങ് സ്ട്രക്ചറുകളെയും ഡിഫൻസീവ് സ്ട്രക്ചറുകളൊക്കെ കാലഫിയോറിക്ക് പൊട്ടിക്കാൻ പറ്റും. അവർ വന്ന് പ്രസ് ചെയ്യുമ്പം ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഹിൻകാപ്പി ആയിരുന്നു ലെഫ്റ്റ് ബാക്ക് കുറേ കാലം. ഹിൻകാപ്പിയൊക്കെ കുറച്ചൊരു വൺ ഡയമെൻഷനിൽ പോലെയാണ് തോന്നിയത്. ലെഫ്റ്റ് ലെഗ് മാത്രമാണ് ഡോമിനൻറ്റ്. പിന്നെ ഹിൻകാപ്പിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആണ്, ബോളെടുത്ത് ഓടി ഓവർലാപ്പ് ചെയ്ത് ക്രോസ് ചെയ്യലാണ്. ഇൻഫീൽഡ് വന്ന് ബോൾ റിസീവ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാലഫിയോറി അതിലും ഒരു മിഡ്ഫീൽഡർ പോലെ തന്നെ, ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ പോലെ ടീമിൻ്റെ പ്രസ്സിങ് എങ്ങനെയാണോ അതിനനുസരിച്ച് പൊസിഷൻ ചെയ്തുകൊണ്ട് എതിർ ടീമിൻ്റെ പ്രസ്സിങ്ങിനെയും പൊട്ടിച്ചുകൊണ്ട് ആർസണലിന് ഡോമിനൻസ് നൽകാൻ ഫസ്റ്റ് ഫേസിൽ തന്നെ ഡോമിനൻസ് നൽകാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ തേർഡിൽ വരുമ്പം സർപ്രൈസ് എൻട്രി നടത്തി ബോക്സിൻ്റെ പുറത്തുനിന്ന് ഷൂട്ടും സിറ്റിക്കെതിരെയുള്ള ഗോളൊക്കെ ഓർമ്മ ഉണ്ടാവില്ല കഴിഞ്ഞ സീസണിൽ. ഒരു ഓൾറൗണ്ട് പ്ലെയർ ആയിരുന്നു. ജീസസിന്റെ വരവ് എങ്ങനെയാണ് കാണുന്നത്? ജീസസ് ഇതുപോലെ ഒരു ഇഞ്ചറി കഴിഞ്ഞ ഡിസംബറിലും വന്നിട്ടുണ്ടായി. അപ്പോഴും ഇതുപോലെ ഫ്ലാഷസ് കാണിച്ചിട്ടുണ്ടായി. ക്രിസ്റ്റൽ പാലസിനെതിരെ ഒരു ഹാട്രിക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഇന്റർ മിലാനെതിരെയുള്ള കളി നല്ലോണം കളിച്ചു. വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ഇൻ ആർസണൽ ഷർട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇപ്രാവശ്യം ജീസസിലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത്. വേൾഡ് കപ്പ് ബ്രസീലിൻ്റെ നമ്പർ 9 ജേഴ്സിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു പ്ലെയർ, അത് എന്ത് വില കൊടുത്തും ഫൈറ്റ് ഒരു കാലത്ത് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു. 2018 ലോകകപ്പിൽ എന്താ പറയുക, ബ്രസീലിന്റെ നാട്ടിലൊക്കെ വെക്കുന്ന ഫ്ലെക്സിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ജീസസ് ആയിരുന്നു. 2022 എത്തിയപ്പോഴേക്കും തന്നെ കാണാതായിട്ടുള്ള ഒരു പ്ലേസ്. നമ്മൾ ഈ ആഴ്സണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആഴ്സണൽ പ്രീമിയർ ലീഗിലെ ഒരു സ്ട്രാറ്റജിയും ചാമ്പ്യൻസ് ലീഗിലെ സ്ട്രാറ്റജിയും മാറ്റമുണ്ടോ? ഐ മീൻ ടീമിന്റെ ഒരു ലൈനപ്പല്ല, ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ കളി രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ? എനിക്ക് അത് തോന്നുന്നത് കൂടുതലായിട്ടും ഒപ്പണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കളീൻ്റെ സ്റ്റൈൽ വരുന്നത്. പ്രീമിയർ ലീഗിൽ ഇപ്പം മോസ്റ്റ് ഓഫ് ദ മിഡ് ടേബിൾ ക്ലബ്സ്, ബിഗ് സിക്സിന് പുറത്തുള്ള ക്ലബ്സ് ഡിഫൻസ് ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. അവർ സെൻറ്ററും ബോക്സും ലോഡ് ചെയ്തിട്ട് ആദ്യം ഒരു അറ്റാക്സും വരാത്ത രീതിയിൽ കോട്ട കെട്ടിയിട്ട് ട്രാൻസിഷനിലൂടെയും കൗണ്ടർ അറ്റാക്കിലൂടെയും ഗോൾ അടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പം ഇതെല്ലാ രാജ്യത്തെയും ടോപ്പ് ടീംസ് ആയിരിക്കുമല്ലോ, ഫസ്റ്റോ സെക്കൻഡോ ഫിനിഷ് ചെയ്ത് അവരവരുടെ രാജ്യത്തെ ചാമ്പ്യൻസോ റണ്ണേഴ്സൊപ്പോ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു ലോ ബ്ലോക്ക് കളി ശൈലി അത്ര പരിചിതമല്ല. അവരവരുടെ ലീഗിൽ അങ്ങനെ കളിക്കേണ്ടി വരുന്നേയില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് ലോ ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. എന്തായാലും അവർ കളിക്കുമ്പം സ്പേസസ് ഓപ്പൺ ആവും. അവരും അറ്റാക്ക് ചെയ്യാതെ നിൽക്കുന്നതല്ല, അറ്റാക്കിംഗ് ഉള്ളതാണ്. അറ്റാക്കിംഗ് ശൈലിയിലുള്ള ടീംസ് ആകുമ്പം എങ്ങനെയാലും അറ്റാക്ക് ചെയ്യുമ്പം മിഡിലും ഡിഫൻസിലും ഗ്യാപ്സ് ഓപ്പൺ ആകുമ്പോൾ ആർസണൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ ഭയങ്കര ക്ലിനിക്കലാണ്. ആർസണൽ സ്പേസ് തുറന്ന് കിട്ടിയാൽ അത് മുതലെടുക്കും. ബയേണിനെതിരും ഇന്ററിനെതിരെയൊക്കെ എത്ര വലിയ ടീമാണെങ്കിലും അറ്റാക്കിംഗ് സ്പേസസ് ഉണ്ടെങ്കിൽ അത് ചൂഷണം ചെയ്യും. അത് അറിഞ്ഞുകൊണ്ടാണ് പ്രീമിയർ ലീഗ് ടീംസ് ആദ്യം മുതൽ തന്നെ സിറ്റ് ബാക്ക് ചെയ്യുന്നത്. ഒരു പോയിന്റ് മതി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആർസണലിനെതിരെ. അതെ, ആർസണൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സെറ്റ് പീസ് അല്ലെങ്കിൽ സ്കോർ ഡെപ്ത് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങളാണ്. ഡിഫൻസിന്റെ സോളിഡിറ്റി. വേറെ എന്താണ് ഒരു ആഴ്സണലിന്റെ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ ചെയ്യാൻ തോന്നുന്നു? ആഴ്സണലിൻ്റെ പറഞ്ഞ പോലെ ആർട്ടറ്റയെ കുറിച്ചാണ്. ആർട്ടറ്റ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് പേഴ്സണാണ്. ഇപ്പോൾ ആൻഫീൽഡിൽ കളിക്കാൻ പോകുമ്പോൾ യുവൽ വോക്കലോൺ വെച്ചിട്ട് അതുപോലെ സറൗണ്ടിങ്സ് വെച്ചിട്ട് അപ്പോൾ അവരുടെ ആ സീരീസ് ഒക്കെ ഉണ്ട്. അവര് പ്രൈം ഐ തിങ്ക് ആമസോൺ പ്രൈമിന് കൊടുക്കുന്ന സീരീസിൽ പല രീതിയിലാണ് ടീമിനെ ബോണ്ട് ചെയ്യാൻ നോക്കുന്നു. ബൾബ് വെച്ചിട്ട് ബോണ്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ഇമാജിനേറ്റീവ് കോച്ച്. പിന്നെ ആർട്ടറ്റയ്ക്ക് ആ ഒരു ഫ്രീ, അതെന്താ പറയുക, ആ ഒരു മാനേജർ എന്നുള്ള റോള് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമൊക്കെ കൊടുത്ത് ഈ ട്രസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞത് ഈ പ്രാവശ്യം അതൊരു ഐ തിങ്ക് അത് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതെ, തീർച്ചയായും പൂർണ്ണതയിൽ എത്തട്ടെ എന്ന് വിചാരിക്കും. കാരണം 2025 ഫുട്ബോളിലും ക്രിക്കറ്റിലൊക്കെ ഈ കാത്തിരിപ്പുള്ള ടീമുകളൊക്കെ അവസാനിപ്പിച്ച വർഷമായിരുന്നു. അന്നും ആഴ്സണൽ മാത്രമായിരുന്നു ബാക്കി. RCB, സൗത്ത് ആഫ്രിക്ക, ടോട്ടനം, PSG ഒക്കെ അടിച്ചു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ വർഷം ടോട്ടനം വരെ അടിച്ചു എന്നുള്ളതായിരിക്കും ആഴ്സണൽ ഫാൻസിന്. എന്താ പറയുക, ഒരു ലെവല് മാറ്റമുണ്ട്. ടോട്ടനം യൂറോപ്പ ലീഗാണ് അടിക്കുന്നത്, എലൈറ്റ് ഇതിലാണ് മത്സരിക്കുന്നത് എന്നുള്ളത്. ഏതായാലും ആഴ്സണൽ ആരാധകരുടെ കാത്തിരിപ്പ് സഫലമാകട്ടെ.